കൂടാളി കുമ്പത്ത് കാർ അപകടത്തിൽ 5 യുവാക്കൾ മരിച്ച സംഭവത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. കുമ്പത്ത് അപകടം നടന്ന സ്ഥലവും പരിസരവുമാണ് നാറ്റ്പാക് സയന്റിസ്റ്റുകൾ ഉൾപ്പെടെ വിവിധ വകുപ്പ് മേധാവികളുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. കാറിന്റെ അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ടതാകാം അപകട കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. കേരളത്തിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരങ്ങൾ കണ്ടെത്താനായി സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നാറ്റ്പാക്കിലെ സയന്റിസ്റ്റുകൾ, പോലീസ്, ട്രാഫിക് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് തുടങ്ങിയവയിലെ പ്രധാന ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് അപകടമുണ്ടായ സ്ഥലവും പരിസരവും പരിശോധിച്ചത്. ഈ റോഡിൽ മുൻപും വാഹനാപകടങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ റോഡ് സുരക്ഷയെക്കുറിച്ചും മറ്റും പരിശോധന നടത്തുന്നതിനായാണ് സംഘം എത്തിയത്. കുമ്പം കുന്നുമ്മൽ മടപ്പുരയ്ക്ക് സമീപം 10-ന് രാത്രി 11:30ഓടെയാണ് കാർ മരത്തിലിടിച്ച് 5 പേരുടെ മരണത്തിന് ഇടയാക്കിയത്. ഇതുപോലുള്ള അപകട മരണങ്ങൾ ഒഴിവാക്കുന്നതിനായാണ് വിദഗ്ധ സംഘം പരിശോധന നടത്തിയത്. കാറിന്റെ അമിതവേഗം മൂലം ഉറക്കത്തിലോ മറ്റോ നിയന്ത്രണം നഷ്ടപ്പെട്ടതാകും അപകടത്തിന് കാരണമെന്ന് പോലീസ് കരുതുന്നതെന്നാണ് അറിയുന്നത്. അപകട സമയത്ത് കാറിനെതിരെ വന്നതോ മുന്നിലും പിന്നിലുമായി സഞ്ചരിച്ചതോ ആയ വാഹനങ്ങൾ അപകടത്തിന് ഇടയാക്കിയതായി തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. സംഭവ സമയത്ത് വാഹനം പെട്ടെന്ന് ബ്രേക്കിട്ടതിന്റെ പാടുകളോ മറ്റോ റോഡിലില്ലെന്ന് പോലീസ് പറഞ്ഞു. അപകടം നടന്നത് വളവുള്ള സ്ഥലത്തല്ല, കാർ നിയന്ത്രണം വിട്ട് നേരെ പോയി മരത്തിലിടിച്ച് കയറുകയായിരുന്നുവെന്നാണ് പരിശോധനയിൽ വ്യക്തമാകുന്നത്. സ്ഥലത്തെ 2 CCTV ദൃശ്യങ്ങൾക്ക് വ്യക്തതയില്ല. വാഹനം ഡ്രൈവ് ചെയ്ത ഉത്തർപ്രദേശ് സ്വദേശിയായ പരംചേത്രിക്ക് റോഡ് പരിചയമില്ലാത്തതും ഒരുപക്ഷെ അപകടത്തിന് ഇടയാക്കാൻ സാധ്യതയുണ്ട്. ബാംഗ്ലൂരുവിൽ നിന്ന് അഴീക്കോട്ടേക്കുള്ള നീണ്ട യാത്രക്കിടെ ഉറക്കവും ക്ഷീണവും കാരണം വാഹനം നിയന്ത്രണം വിട്ടതാകാമെന്നും പോലീസ് കരുതുന്നു. കാർ പൂർണ്ണമായും തകർന്നതും അമിതവേഗത്തിന്റെ സൂചനയാണെന്നാണ് കണ്ടെത്തൽ. വാഹനത്തിന് മധ്യഭാഗത്താണ് കൂടുതൽ ആഘാതമുണ്ടായിരിക്കുന്നത്. പിൻസീറ്റിൽ മധ്യത്തിലിരിക്കുകയായിരുന്ന മുഹമ്മദ് റിസ്വാനാണ് മാരകമായ പരിക്കേറ്റതെന്നും പോലീസ് അറിയിച്ചു. കാർ ഓടിച്ചിരുന്ന പരംചേത്രിയുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മട്ടന്നൂർ മേഖലയിൽ 2 ആഴ്ചക്കിടെ വാഹനാപകടങ്ങളിൽ 8 പേരാണ് മരിച്ചത്. നാറ്റ്പാക് സയന്റിസ്റ്റുമാരായ PP ഷീജിർ, ഡോക്ടർ ഗൗതം സാരംഗ്, മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെ SI-മാരായ രാഹുൽ രഘുനാഥ്, K രാംമോഹൻ, കണ്ണൂർ ട്രാഫിക് പോലീസ് SI KP അബ്ദുൽ നാസർ, പൊതുമരാമത്ത് റോഡ് സബ് ഡിവിഷൻ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C സുജിത് കുമാർ, എൻഫോഴ്സ്മെന്റ് RTO MBI M മനോജ് കുമാർ, AMVI-മാരായ KV പ്രശാന്ത് കുമാർ, KV അഖിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കാർ ഓടിച്ചിരുന്ന ഉത്തർപ്രദേശ് സ്വദേശി പരംചേത്രി, ഷാൻ സിറാജ്, മുഹമ്മദ് റിസ്വാൻ, ഹർഷ് സത്തൂരി, ആദിത്യ കൃഷ്ണദീപ് എന്നിവരാണ് മരിച്ചത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. ന്യൂസ് ഡെസ്ക്, ഗ്രാമിക ന്യൂസ്.